നമസ്കാരം, രുചിമേളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പപ്പടവടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഞാൻ ഇതിനു മുന്നേ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു ഫുൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇടുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ ഒന്ന് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് അരി പൊടിച്ചത് മുഴുവനായിട്ട് ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ വെള്ളം കൂടെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇത്രയും പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം, അതായത് ഒരു കപ്പ് അരി കൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബാക്കി അരിപ്പൊടി ഇതേപോലെ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത്രയും അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരു എരിവ് കിട്ടാനും പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി എടുത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എരിവ് ഒരുപാട് കൂടുതലാവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണ് നല്ലത്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ എള്ള്, കറുത്ത എള്ളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പപ്പടവടയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പപ്പടവടയിൽ അത്യാവശ്യം പപ്പടത്തിൽ ഉപ്പുണ്ടാവും. അപ്പോൾ ഈ അരിപ്പൊടിക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. പിന്നെ ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ, എത്ര വേണം എന്നുള്ളത്. ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ആ മിക്സിയിലുള്ള അരിപ്പൊടികളൊക്കെ ഇങ്ങോട്ട് കിട്ടുമല്ലോ. അപ്പോൾ അത് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ സ്പൂൺ കൊണ്ടാണ് മിക്സ് ചെയ്തത്. പക്ഷേ ഒന്നും കൂടെ നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ദോശമാവിനേക്കാൾ കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ടുള്ള ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. അങ്ങനെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ സമയത്ത് മാവിൽ ഉപ്പൊക്കെ പാകാണെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ഇതേപോലെ നമുക്ക് പപ്പടം എടുത്തിട്ട് ഇതിലേക്ക് മുക്കിയിട്ട് കൊടുക്കാം. ഞാൻ പപ്പടം ഒരു 1-2 മണിക്കൂർ ഞാൻ നല്ല ചൂട് വെയിലത്ത് ഒന്ന് ഉണക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ അധികം പൊന്തൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കി പപ്പടം അതേപോലെ മാവിലിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ 2 വശങ്ങളും ഇതേപോലെ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടിട്ട് ആ മാവ് വേവുന്നവരെ, പപ്പടമൊക്കെ ഒന്ന് നന്നായിട്ട് ഇതാവുന്നവരെ മാത്രം ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ എണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് പപ്പടം ഇങ്ങനെ. പക്ഷെ അത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടി ആയതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കി നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് 2 സൈഡത്തെ മാവും നമ്മൾ ആ പാത്രത്തിൽ വെച്ച് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് അങ്ങോട്ട് ഓവർ ആവാണ്ട് നമുക്ക് നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പപ്പടവട കിട്ടും കേട്ടോ. അപ്പോൾ പപ്പടം അതേപോലെ മാവിലിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് വടിച്ചതിന് ശേഷം നന്നായിട്ട് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാവർക്കും എങ്ങനെയാണ് അത് മിക്സ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എപ്പോഴും നമ്മൾ പച്ചയ്ക്കുള്ള പപ്പടം എടുത്തിട്ട് ചെയ്യരുത്. ഒന്ന് വെയിലത്തിട്ടിട്ട് ഒന്ന് ഉണക്കിയിട്ട് ശേഷം മാത്രം പപ്പടവട ഉണ്ടാക്കാൻ എടുക്കുക. അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് അപ്പോഴാണ് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ പപ്പടവട മുഴുവനായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കട്ടെ. അങ്ങനെ ഞാൻ വെയിലത്തിട്ട് ഉണക്കിയിരിക്കുന്ന എല്ലാ പപ്പടവടകളും ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അധികം എണ്ണയൊന്നും കുടിക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പപ്പടവട കിട്ടും. കടയിൽ നിന്ന് വാങ്ങണം അതേ ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കണ്ടോ, നല്ല കോട്ടിങ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പപ്പടത്തിൽ നന്നായിട്ട് പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം, അടുത്ത റെസിപ്പി ആയിട്ട്. അപ്പോൾ താങ്ക്